ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഈ പലഹാരം. അപ്പോൾ റവയും ഉരുളക്കിഴങ്ങും വെച്ച് ഒരു വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് ചെറുതാക്കി അരിഞ്ഞ കഷ്ണങ്ങളാക്കിയതിലേക്ക് സബോള ഇടാം. ചെറുതാക്കി അരിഞ്ഞ സബോള, പച്ചമുളക്, ചെറുതാക്കി അരിഞ്ഞ പച്ചമുളക്, അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉപ്പ്, 1/2 ടീസ്പൂണ് പഞ്ചസാര. അടുത്തത് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. മൂന്ന് ടീസ്പൂണ് തൈര്, അടുത്ത ഇത് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് ആവശ്യം വേണമെങ്കിൽ തൈര് കുറച്ചും കൂടി ചേർത്തണം. ആവശ്യത്തിനനുസരിച്ച് ചേർത്തി കൊടുത്താൽ മതി. ആദ്യം നന്നായി ഉടച്ചെടുക്കാം. ഈ കുഴച്ച് വെച്ചതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴയ്ക്കുക. റവ ചേർത്തി അപ്പം ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞു. റവ ഇട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും എല്ലാം കൂടി മിക്സാക്കി ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ഉരുളകളാക്കി അതിന് നമുക്കൊരു കട്ട്ലറ്റിൻ്റെ വലുപ്പത്തിൽ ആക്കി മാറ്റണം. ഓണാക്കുക, ഫ്രൈ പാൻ വയ്ക്കാം. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി, നമുക്കിനി ഓരോന്ന് വെച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വൺ സൈഡ് റെഡി ആയിട്ടുണ്ട്. അടുത്ത സൈഡിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തയ്യാറായി. നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിരിക്കുന്നു. റവയും ഉരുളക്കിഴങ്ങും വെച്ച് നമ്മൾ ഉണ്ടാക്കിയത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളുമായി ഇനിയും വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.